കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ദൂരത്തിൻ്റെ ഏകദേശം ഇരട്ടി ദൂരത്തിൽ, അതായത് 5600ഓളം കിലോമീറ്റർ ദൂരത്തിൽ ഓസ്ട്രേലിയ ലോകത്തിലെ ഏറ്റവും നീളമേറിയ വേലി നിർമ്മിച്ചിട്ടുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? അതെ, കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും സംഭവം സത്യമാണ്. പക്ഷേ ഇത് അതിർത്തി സുരക്ഷയുടെ ഭാഗമായി ആക്രമണങ്ങളെ തടയാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഇത്രയും നീളമുള്ള വേലി എന്തിനാണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം? അതിൻ്റെ വിചിത്രമായ ഉത്തരത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഓസ്ട്രേലിയ എന്തിനാണ് ഇത്രയും വലിയ വേലികൾ നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് വർഷങ്ങൾ പിറകിലേക്ക്, അതായത് 1850കളിലേക്ക് തിരിച്ചു പോകണം. 1859 ഓസ്ട്രേലിയയിലെ വിക്ടോറിയ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് കുടിയേറ്റക്കാരനായിരുന്നു തോമസ് ഓസ്റ്റിൻ. അങ്ങനെ 1859 വേട്ടയാടി ചുമ്മാ സമയം കളയാനും മറ്റുമായി തോമസ് ഓസ്റ്റിൻ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലേക്ക് 13 ജോഡി യൂറോപ്യൻ കാട്ടുമുയലുകളെ കൊണ്ടുവരികയായിരുന്നു. കാടുകളിൽ എത്തിക്കഴിഞ്ഞാൽ മുയലുകൾ നമ്മൾ ചിന്തിക്കുന്നതിലും വേഗത്തിൽ വളർന്നു പെരുകും എന്നതാണ് സത്യം. പറഞ്ഞതുപോലെ തന്നെ കിലോമീറ്ററുകളോളം തുറന്നു കിടക്കുന്ന ഓസ്ട്രേലിയയിൽ വേട്ടക്കാരൊന്നുമില്ലാതെ വർഷങ്ങൾ കൊണ്ട് മുയലുകൾ പെറ്റുപെരുകി വ്യാപിക്കുകയായിരുന്നു. 1880കളോടെ ഓസ്ട്രേലിയയുടെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ മുയലുകൾ ക്രമാതീതമായി വ്യാപിച്ചു. ആ സമയത്ത് മാത്രം 2 കോടിയിലധികം മുയലുകൾ അവിടെ വ്യാപിച്ചിരുന്നുവെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. ഇതോടെ ഇവകൾ അവിടെയുണ്ടായിരുന്ന വിളകളും കൃഷിയുമൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. ഇത് വളരെ ഭീമാകാരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഓസ്ട്രേലിയയിൽ സൃഷ്ടിച്ചത്. വിളകൾ നശിപ്പിക്കുന്നതിന് പുറമെ ഭൂമിയിൽ മാളങ്ങൾ കുഴിച്ചിടാനും അത് കാരണം മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടുകയും വിളകൾ വളരാതാവുകയും ചെയ്തു. എന്തിനേറെ പറയണം, ആ മുയലുകൾ ഓസ്ട്രേലിയയുടെ എക്കണോമിയെ വരെ ബാധിച്ചിരുന്നു. അതായത് മുയലുകൾ വിളകൾ തിന്നു തീർക്കുകയും കൃഷിഭൂമി നശിപ്പിക്കുകയും ചെയ്ത് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതിനാൽ തന്നെ മുയലുകളെ തടയാൻ സർക്കാർ പലതും പരീക്ഷിച്ചു, പക്ഷേ ഒന്നും വിജയിച്ചില്ല. അങ്ങനെയിരിക്കെയാണ് അവർക്ക് മനസ്സിൽ ഒരു ആശയം ഉദിക്കുന്നത്. അതായത് മുയലുകളെ പുറത്തു നിർത്താൻ ഒരു വലിയ വേലി നിർമ്മിക്കുക എന്നതായിരുന്നു ആ ആശയം. കേൾക്കുമ്പോൾ അതത്ര പ്രായോഗികമല്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. കാരണം വേലി നിർമ്മിക്കാനാണെങ്കിൽ തന്നെ എത്ര നീളത്തിൽ നിർമ്മിക്കേണ്ടി വരും? എങ്കിലും 1901 പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ ആദ്യത്തെ മുയൽ പ്രതിരോധ വേലി അല്ലെങ്കിൽ റാബിറ്റ് പ്രൂഫ് ഫെൻസ് നിർമ്മിക്കാൻ തുടങ്ങി. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുയലുകളെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കടക്കുന്നത് തടയാൻ വേണ്ടിയായിരുന്നു ഈ വേലി. അതിനാൽ തന്നെ ഈ വേലിക്ക് 1800 കിലോമീറ്ററിലധികം നീളമുണ്ടായിരുന്നു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും നീളമുള്ള വേലികളിൽ ഒന്നായിരുന്നു അത്. അവരുടെ പ്ലാൻ ഇങ്ങനെയായിരുന്നു: മുയലുകളെ വേണ്ടത്ര വേഗത്തിൽ കൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ തടയുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല. എങ്കിലും വേലി നിർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കഠിനമായ ചൂട്, പൊടിക്കാറ്റുകൾ, വെള്ളമില്ലായ്മ എന്നിവ നേരിട്ട് തൊഴിലാളികൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. വേലി കേടുകൂടാതെ സൂക്ഷിക്കുന്നതും ബുദ്ധിമുട്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ ആ വേലിക്ക് ഒരുപാട് പണം ചിലവായിരുന്നു. ആ കാലത്ത് 80,000-ലധികം പൗണ്ട്, അതായത് ഇന്നത്തെ ഇന്ത്യൻ രൂപ 1 കോടിക്കടുത്ത്. അക്കാലത്ത് അത് വലിയൊരു തുകയായിരുന്നു. അതായത് ഇൻഫ്ലേഷനും പർച്ചേസിംഗ് പവറും മറ്റും കാൽക്കുലേറ്റ് ചെയ്തു നോക്കിയാൽ അത് ഇന്നത്തെ ഇന്ത്യൻ രൂപ 10,000 കോടിയുടെയും 20,000 കോടിയുടെയും ഇടയിൽ വരും. ഇത്ര ചെലവുണ്ടെങ്കിലും കുറച്ചു കാലം വേലി നിർമ്മാണം അവർ തുടർന്നുകൊണ്ടിരുന്നു. അതിനാൽ തന്നെ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ വിളകളും കൃഷിയിടങ്ങളും രക്ഷിക്കാൻ ആവശ്യമായത്ര മുയലുകളുടെ വേഗത ഇത് കുറച്ചു. ദശലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഇത് ഒഴിവാക്കിയിരുന്നു. എന്നാൽ 1920കളായപ്പോഴേക്കും മുയലുകൾക്ക് മാത്രമല്ല, ആടുകളെ ആക്രമിക്കുന്ന ഡിങ്കോകൾ, അതായത് കാട്ടുനായകൾക്ക് വേണ്ടിയും കൂടുതൽ വേലികൾ നിർമ്മിക്കപ്പെട്ടു. ഈ വേലികൾ ഒരുപാട് കർഷകരെ സഹായിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ പ്രധാനമാവുകയും ചെയ്തു. കേൾക്കുമ്പോൾ ഈ വേലി നിർമ്മിക്കുന്നത് എളുപ്പമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഓസ്ട്രേലിയ 7.6 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തീർണമുള്ള ഒരു വലിയ ഭൂഖണ്ഡമാണ്. കാട്ടിൽ വേലികൾ സ്ഥാപിക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ സ്റ്റേറ്റ് ബാരിയർ ഫെൻസ് മുയലുകൾക്കായി തുടങ്ങിയെങ്കിലും പിന്നീട് എമു, കാട്ടുനായകൾ, കങ്കാരുക്കൾ എന്നിവയെയും അവ തടഞ്ഞു. പിന്നെ കാട്ടുനായകളെ തടയാൻ ഡിങ്കോ ഫെൻസ് എന്ന വേലികളും നിർമ്മിക്കപ്പെട്ടു. ഇതാണ് നിലവിലെയും അന്നത്തെയും ലോകത്തിലെ ഏറ്റവും നീളമേറിയ വേലി. ഇതിന് ആദ്യം 5600 കിലോമീറ്റർ നീളമുണ്ടായിരുന്നു. ഇന്നും അത് ഏകദേശം 5300 കിലോമീറ്ററോളം നീളത്തിൽ നിലവിലുണ്ട്. അതായത് ഏകദേശം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 2 തവണ പോകാനുള്ള ദൂരം. അപ്പോൾ തന്നെ ഇതിൻ്റെ നീളം എത്രയുണ്ടാകുമെന്ന് സങ്കല്പിക്കാമല്ലോ. മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള ഘടനകളിലൊന്നാണ് ഡിങ്കോ ഫെൻസ്.
ഇത് ക്വീൻസ്ലാൻഡിലെ ജിംബോറിൽ നിന്ന് ആരംഭിച്ച് ന്യൂ സൗത്ത് വെയിൽസിലൂടെ കടന്ന് സൗത്ത് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ബൈറ്റിന്റെ മലഞ്ചെരുവുകളിൽ അവസാനിക്കുന്നു. ഇത് രാജ്യത്തെ ഏറ്റവും കഠിനമായ ഭൂപ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്നു. ആദ്യം 1880കളിൽ ഇത് മുയലുകൾക്കായിരുന്നു. എന്നാൽ പിന്നീട് 1900കളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് ഡിങ്കോകളെ അഥവാ കാട്ടുനായകളെ തടയാൻ ഇത് പുനർനിർമ്മിച്ചു. ഇത് ഒരു യുദ്ധരേഖ പോലെയായിരുന്നു. വേലിയുടെ വടക്കും പടിഞ്ഞാറും കാട്ടുനായകൾ സ്വതന്ത്രമായി കറങ്ങുന്നു. തെക്കും കിഴക്കും കാട്ടുനായകൾ ഇല്ലാതായി. പക്ഷേ കുറുക്കന്മാരും പൂച്ചകളും നിയന്ത്രണാതീതമായി വളർന്ന് ചെറിയ നാടൻ മൃഗങ്ങളെ ദോഷകരമായി ബാധിച്ചിരുന്നു. 1950കളായപ്പോഴേക്കും ശാസ്ത്രജ്ഞർ ഇതിനെ ഡിങ്കോ ലൈൻ എന്ന് വിളിച്ചു. ഈ വേലിക്ക് പുറമെ ഓസ്ട്രേലിയ മുയലുകളെ ഇല്ലാതാക്കാൻ മറ്റു ചില മാർഗങ്ങൾ കൂടെ പരീക്ഷിച്ചിരുന്നു. അതിലൊന്നായിരുന്നു മുയലുകൾക്ക് വിഷം നൽകി ഇവകളുടെ പോപ്പുലേഷൻ നിയന്ത്രിക്കുക എന്നുള്ളത്. പക്ഷേ അത് പ്രകൃതിക്കും മറ്റു ജീവികൾക്കും ഭീഷണിയായി മാറുകയായിരുന്നു. അങ്ങനെ അവർ കണ്ടെത്തിയ മറ്റൊരു മാർഗമായിരുന്നു മുയലുകളെ വേട്ടയാടുന്ന പ്രെഡേറ്റേഴ്സുകളെ ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ അവർ ഇതിനായി ഉപയോഗിച്ച ഒരു മൃഗമായിരുന്നു ഫോക്സ് അഥവാ കുറുക്കന്മാർ. അങ്ങനെ 1800കളിൽ സൗത്ത് ഓസ്ട്രേലിയയിലും മുയലുകൾ കൂടുതൽ കാണപ്പെട്ടിരുന്ന വിക്ടോറിയ എന്ന പ്രദേശത്തും ഒരുപാട് കുറുക്കന്മാരെ എത്തിക്കുകയായിരുന്നു. ആദ്യമൊക്കെ കുറുക്കന്മാർ മുയലുകളെ വേട്ടയാടി ഭക്ഷണമാക്കിയിരുന്നു. പക്ഷേ കാലക്രമേണ കുറുക്കന്മാർ മുയലുകളെ വേട്ടയാടുന്നത് കുറയുകയായിരുന്നു. അതിനുള്ള പ്രധാന കാരണമെന്നത് മുയലുകളെ വേട്ടയാടി ഭക്ഷണമാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ കുറുക്കന്മാർക്ക് ഓസ്ട്രേലിയയിലെ മറ്റു പക്ഷികൾ, ചെറുജീവികൾ തുടങ്ങിയവയെ വേട്ടയാടാൻ സാധിക്കുമായിരുന്നു. അതോടെ കുറുക്കന്മാർ ഓസ്ട്രേലിയയിലാകെ വ്യാപിക്കാൻ തുടങ്ങി. ഇത് ഓസ്ട്രേലിയയിലെ നാടൻ ജീവികൾക്ക് വലിയ ഭീഷണിയായി മാറി. അങ്ങനെ കുറുക്കന്മാർ തെക്കൻ ഓസ്ട്രേലിയയുടെ ഭാഗങ്ങളിൽ വ്യാപിക്കുകയായിരുന്നു. പിന്നീട് മുയലുകളെപ്പോലെ തന്നെ കുറുക്കന്മാരും ഓസ്ട്രേലിയക്കാർക്ക് ഒരു വെല്ലുവിളിയായി മാറുകയായിരുന്നു എന്നതാണ് സത്യം. അതിനുശേഷം ഓസ്ട്രേലിയക്കാർ മുയലുകളെ നശിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു മാർഗമായിരുന്നു കീരികൾ എന്നുള്ളത്. അതിനായി 1883 ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ് എന്ന സ്ഥലത്തേക്ക് ഒരു കൂട്ടം കീരികളെ അവർ തുറന്നുവിട്ടു. കീരികൾ അവിടെയുണ്ടായിരുന്ന മുയലുകളെ വേട്ടയാടി ഇല്ലാതാക്കുമെന്നായിരുന്നു നാട്ടുകാരുടെ വിശ്വാസം. പക്ഷേ റിയാലിറ്റി മറ്റൊന്നായിരുന്നു. കാരണം കുറുക്കന്മാരെ പോലെ തന്നെ കീരികളും മുയലുകളെ വേട്ടയാടി പിടിക്കുന്നതിന് പകരം മറ്റു നാടൻ ജീവികളെയായിരുന്നു വേട്ടയാടിയിരുന്നത്. അങ്ങനെ മുയലുകളെപ്പോലെ തന്നെ കീരികളും ഓസ്ട്രേലിയയിൽ മറ്റൊരു പ്രശ്നക്കാരായി മാറുകയായിരുന്നു. അങ്ങനെ 1900 ആയപ്പോഴേക്കും ക്വീൻസ്ലാൻഡിലെ പക്ഷികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് സംഭവിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. അങ്ങനെ 1950കളിൽ, അതായത് വേലികൾ കെട്ടിയുള്ള മുയൽ പ്രതിരോധം നിലനിൽക്കെ തന്നെ ഓസ്ട്രേലിയ ശാസ്ത്രീയപരമായ ഒരു മാർഗം കണ്ടെത്തിയിരുന്നു. അതായിരുന്നു മൈക്സോമ വൈറസ്. പേരുപോലെ തന്നെ മുയലുകളെ ബാധിക്കുന്ന ഒരുതരം വൈറസ് ആയിരുന്നു ഇത്. ചെള്ള്, കൊതുകുകൾ തുടങ്ങിയ ജീവികളിലൂടെയായിരുന്നു ഈ വൈറസ് പടർത്തിയിരുന്നത്. മൈക്സോമ വൈറസ് ബാധിച്ച മുയലുകൾ ചാകുന്നതിന് മുൻപ് കണ്ണുകളൊക്കെ വീർത്ത് ചർമ്മത്തിലൊക്കെ ഇൻഫെക്ഷനായി വളരെ വേദനാജനകമായിട്ടായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. എന്നാൽ മറ്റുള്ള മാർഗങ്ങളെ അപേക്ഷിച്ച് ഈ വൈറസ് കാരണം ഒരുപാട് മുയലുകൾ ചത്തൊടുങ്ങിയിരുന്നു. പക്ഷേ ഇതൊരു പെർമനൻ്റ് ആയ സൊല്യൂഷൻ ആയിരുന്നില്ല എന്നതാണ് സത്യം. അതിനുശേഷം RHDV അഥവാ റാബിറ്റ് ഹെമോർഹാജിക് ഡിസീസ് വൈറസ് എന്നൊരു വൈറസിനെ കൂടെ ഓസ്ട്രേലിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ മുൻപേ കണ്ട മൈക്സോമ വൈറസിനേക്കാൾ അപകടകാരികളായ വൈറസായിരുന്നു ഇത്. 1996 RHDV ആദ്യമായി റിലീസ് ചെയ്തത്. ഈ വൈറസ് മുയലുകളുടെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ അത് അവയുടെ ശരീരത്തിനുള്ളിൽ ബ്ലീഡിംഗ് ഉണ്ടാക്കുകയും ഓർഗൻ ഫെയിലിയറിന് കാരണമാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ വൈറസ് നല്ലതുപോലെ ഫലപ്രദമാവുകയായിരുന്നു. ചില സ്ഥലങ്ങളിൽ 90% വരെ മുയലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു അത്രേ. ഇന്നും ഓസ്ട്രേലിയയിൽ RHDV പോലെയുള്ള വൈറസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മുയലുകളുടെ എണ്ണം കാര്യമായി നിയന്ത്രിക്കാൻ ഇന്നും ഓസ്ട്രേലിയക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മുയൽവേലികളൊക്കെ ഓസ്ട്രേലിയയുടെ ഒരു ഭാഗത്തെയോ പ്രദേശത്തെയോ ഒക്കെയാണ് സംരക്ഷിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഇത്തരത്തിലുള്ള പദ്ധതികൾ കാരണം മുയലുകളെ കുറച്ചെങ്കിലും നിയന്ത്രിക്കാൻ ഓസ്ട്രേലിയക്ക് കഴിയുന്നുണ്ട്. എങ്കിലും ഇന്ന് 200 മില്യൺ അഥവാ 20 കോടിയിലധികം തന്നെ മുയലുകൾ ഓസ്ട്രേലിയയിൽ സൈര്യവിഹാരം നടത്തുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഏതായാലും ഇത്തരത്തിലുള്ള ഇവരുടെ പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.